ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്കേട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 5 ക്യാമറ, ടോപ്പ് 5 ക്യാമറകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് ഏകദേശം 2000 രൂപയ്ക്ക് താഴെ വരുന്ന ഏറ്റവും ചീപ്പസ്റ്റ് എന്ന ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള 5 ക്യാമറകളെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ കൂടെ കണ്ടവൽപ്പെട്ടൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലായിട്ട് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടോപ്പ് 5 ക്യാമറാസ്. അപ്പോൾ ഇത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള 5 ക്യാമറകളാണ്. അപ്പോൾ ഇനി ഓരോന്നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആദ്യത്തെ ക്യാമറ, MI മോഡൽ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വയർലെസ് റിപ്പീറ്റ് ആക്കി യൂസ് ചെയ്യാം. 2-way ഓഡിയോ സിസ്റ്റം ഉണ്ട്, നൈറ്റ് വിഷൻ എനേബിൾഡ് ആണ്, ക്ലൗഡ് സ്റ്റോറേജ് എനേബിൾഡ് ആണ്, പക്ഷേ പെയ്ഡ് ആണ് എങ്കിലും എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ മൾട്ടി യൂസർ ആണ്, നമുക്ക് എത്ര ഫോണുകൾ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഹ്യൂമൻ ഇൻസ്ട്രക്ഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, മോഷൻ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഇത് ഇൻബിൽഡ് ആയിട്ട് എനേബിൾ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നോക്കുകയാണെങ്കിൽ ഇതാണ് ക്യാമറ വരുന്നത്. ക്യാമറ നമുക്ക് 360 റൊട്ടേഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ 5 വോൾട്ട് ചാർജറാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് വിഷൻ IR കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ ഇവിടെയാണ് മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കുന്നത്. മെമ്മറി കാർഡിലാണ് നമ്മൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡ് കണക്ട് ചെയ്യാനുള്ളൊരു പോർഷനാണ്. ഇനി അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ളൊരു ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള സ്റ്റാൻഡും അതുപോലെ തന്നെ അഡാപ്റ്ററും കേബിളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു 5 വോൾട്ട് ചാർജർ വരുന്നുണ്ട്, അഡാപ്റ്റർ. പിന്നെ അതിനുള്ള ഒരു മൈക്രോ USB കേബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വാൾ മൗണ്ടിങ് സ്ക്രൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ കാര്യങ്ങൾ കൂടെ വരുന്ന കോംബോ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് വൈഫൈ സ്മാർട്ട് നെറ്റ് ക്യാമറയുടെ ബൾബ് ടൈപ്പിലുള്ള ഒരു ക്യാമറ. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മളെ ഐറ്റം ബൾബ് ക്യാമറ. അപ്പോൾ ഇതിന് നമുക്ക് നോക്കാം. ഇതാണ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൈക്ക് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവളുടെ എനേബിൾ ആയിട്ട് കത്തും. അതായത് രാത്രി കാലങ്ങളിൽ ഓട്ടോമാറ്റിക് ഇരുട്ട് സെൻസ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റ് കത്തുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഡയറക്റ്റ് 240 വോൾട്ട് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ വീട്ടിലുള്ള ഹോൾഡറായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോൾഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ത്രെഡ് ടൈപ്പ് ഹോൾഡറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. കണ്ടോ, ഇത് നമ്മൾ വീട്ടിലൊക്കെ നോർമലി ലോക്കിംഗ് സിസ്റ്റം അല്ല, ഒരു ത്രെഡ് ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ അവിടെ വന്നിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ന്യൂട്രലും ബേസും ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ക്യാമറ വർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് പറഞ്ഞാൽ ഒരു വൗണ്ടിങ് സ്ക്രൂ ആണ്. അതുപോലെ തന്നെ ഒരു എലൻ കീ പോലത്തെ സംഭവമാണ്. ഈ എലൻ കീ എന്ന് ഉദ്ദേശിച്ചത് ഇതിന് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പാസ്വേഡോ കാര്യങ്ങളൊക്കെ മറന്നാൽ നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ എലൻ കീയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള സാധനങ്ങൾ. അടുത്തൊരു മോഡലാണ് ഒരു പനോരമിക് വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള നമുക്ക് റൗണ്ട് വിഷ്വലായിരിക്കും ഇതിന് കിട്ടുക. അതായത് മുകളിൽ വെച്ചാൽ വട്ടത്തിലായിരിക്കും നമുക്ക് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൈഫൈ എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ 1080p HD ക്ലാരിറ്റി ഉണ്ട്, ഇൻഫ്രാറെഡ്, നൈറ്റ് വിഷൻ ഉള്ള ടൈപ്പാണ്, 2-way കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഫിഷ് ഐ ലെൻസ്. അതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് വട്ടത്തിലായിരിക്കും ഇതിൻ്റെ വിഷ്വൽസ് കാണുക. ക്ലൗഡ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കേസിംഗ് ആണ് വരുന്നത്. ആ കേസിങ്ങിന് കൂടുതലൊരു മാനുവൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മൗണ്ടിങ് സ്ക്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 വോൾട്ട് ചാർജർ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ ആ ചാർജർ കണക്ട് ചെയ്യാൻ ഏകദേശം ഒരു മൈക്രോ USB കേബിൾ ഏകദേശം ഒരു 2 മീറ്ററിൻ്റെ അടുത്തോളം ഇതിന് ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ളത് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവമാണ്. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ക്യാമറ ഏകദേശം ഒരു
ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ക്യാമറ, ഇതതിൻ്റെ സ്പീക്കർ സിസ്റ്റം വരുന്നത്, ഇതതിൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ചാർജർ പോയിന്റ് എന്ന് പറയുന്നത്, അഡാപ്റ്റർ കൊടുക്കാനുള്ള പോയിന്റ്. പിന്നെ ഈ സൈഡിൽ കാണിക്കുന്ന ഇതാണ് നമ്മുടെ മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കാനുള്ള പോയിന്റും. പിൻഭാഗം കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റാൻഡ് ആദ്യം സ്ക്രൂ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ഈ സ്റ്റാൻഡ് ഇവിടെ ടൈറ്റായി നിൽക്കും. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇൻസ്റ്റാളിങ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ക്യാമറ എന്ന് പറയുന്നത്. വൈഫൈ സ്മാർട്ട് നെറ്റ് ക്യാമറയുടെ ഒരു മിനി PT സെറ്റ് എന്നുള്ള രീതിയിൽ വരുന്ന ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ വെച്ചാൽ ഓട്ടോ IR കട്ട് കാര്യങ്ങളൊക്കെയാണ്, ഇൻഫ്രാറെഡ്, മെമ്മറി കാർഡ് സ്റ്റോറേജ്, വയർലെസ് കണക്ഷൻ, പാൻ ടിൽറ്റ് ഓപ്ഷൻ ഉണ്ട്, iOS, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ 2 ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് iOSലും നമുക്ക് ഇതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. 2-way കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് സിസ്റ്റം എനേബിൾഡ് ആണ്. സ്മാർട്ട് ക്ലൗഡ് സ്റ്റോറേജും ഇതിനകത്ത് എനേബിൾഡ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു മിനി PT സെറ്റ് പറഞ്ഞ ക്യാമറ. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ കൂടെ വരുന്നത് ആദ്യമേ നമുക്ക് എടുത്ത് കാണിക്കാവുന്നതാണ്. ഈ ഒരു ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് ക്യാമറയുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ക്യാമറൻ്റെ IR ഭാഗം എന്ന് പറഞ്ഞത്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ലെൻസായിട്ട് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ലെൻസ്. ഓക്കെ, പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ പിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ചാർജർ കണക്ട് ചെയ്യുന്നത്. അതിനോട് കൂടെ തന്നെ ഒരു റീസെറ്റ് ബട്ടണും വന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്പീക്കർ, 2-way ഓഡിയോ സിസ്റ്റം എനേബിൾ ചെയ്യാൻ സ്പീക്കർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ കാണുന്ന നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡിങ് മൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 5 വോൾട്ട് ചാർജർ വരുന്നുണ്ട്, അഡാപ്റ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു USB മൈക്രോ USB ആണ്. പിന്നെ അതിൻ്റെ മൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാനുവൽ, പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ക്യാമറകളിൽ പോലെ തന്നെ ആ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ആദ്യം സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഏറ്റവും ലാസ്റ്റായി വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് ഔട്ട്ഡോർ വൈഫൈ ക്യാമറ. ഇത് നമുക്ക് ഔട്ട്ഡോറിൽ ചെയ്യുന്ന ഒരു നൈറ്റ് വിഷൻ കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള അഡാപ്റ്റർ. 12 വോൾട്ട് അഡാപ്റ്ററാണ് വരുന്നത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു ലെഗ് വരുന്നുണ്ട്. ഈ ലെഗ് അതായത് സ്റ്റാൻഡ്, നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മെറ്റലാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ ക്യാമറ. ഇതാണ് നമ്മുടെ ക്യാമറ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നൈറ്റ് വിഷൻ എനേബിൾഡ് ആണ്, അതായത് രാത്രി കളറും ആക്കാനുള്ള ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ LED-കളെല്ലാം കത്തും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് വരുന്ന വെളിച്ചം നമുക്ക് ഏകദേശം മൊബൈലിൽ നിന്ന് വരുന്ന ഫ്ലാഷ് ലൈറ്റിൻ്റെ പോലെ തന്നെയാണ് ഇതിൽ നിന്ന് വരുന്ന വെളിച്ചം വരിക. ആ ഒരു വെളിച്ചത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് രാത്രിയിലും കളറായിട്ട് കിട്ടുന്നത്. അതല്ല ഇൻഫ്രാറെഡ് ആയിട്ടും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നെറ്റുമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കേബിൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള 3 സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 12 വോൾട്ട് DC കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളും വന്നിട്ടുണ്ട്, ഒരു റീസെറ്റ് ബട്ടണും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ് നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാൻഡ് നെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഔട്ട്ഡോർ ബുള്ളറ്റാണ്. നമുക്ക് വാട്ടർ പ്രൂഫാണ്, വെള്ളം നനഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്ത ഒരു അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ക്യാമറയ്ക്ക് ഏകദേശം 2000 രൂപയ്ക്ക് താഴെയായിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എന്ന ഏറ്റവും ക്വാളിറ്റിയിൽ വരുന്ന ക്യാമറകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതുള്ളൂ. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റുമായി കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.